ഹലോ ഗൈസ്, നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നബീസാന്റെ പുറത്ത് എങ്ങനെ കയറാം എങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ മെയിൻ ചാനലിലേക്ക് വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട് ഗൈസ്. ആ വീഡിയോ കാണിക്കാനാണ് കുറെ കാര്യങ്ങൾ കാണിച്ചിട്ട് അപ്പൊ ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കില്ല അവിടെ നിന്ന് കാണ്ട് ഇപ്പാണ് ഇപ്പൊ വെള്ളത്ത് പുതിയാപ്പിളെ മുതലും കൂടി അടിയാവുമെന്ന് അടിയാവുന്ന ഒരു വ്ളോഗാണ് ഗൈസ് നമ്മൾ നിർക്കാൻ പോണത്. അപ്പൊ ഗൈസ് ഇവര് തക്കാളിച്ചോറ് തിന്നുവാണ് ഗൈസ്. ചട്ടിച്ചോറോ ഹൈടെക് ടെക്നോളജി. രണ്ടും ഒന്നിനൊന്ന് കണക്കാണ്. ഓരോരുത്തർ അടി ഉണ്ടാക്കുക. അപ്പൊ പണ്ട് ഞാനും ഇതേ മാത്രം അടി ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ജീരകമുട്ട എവിടെ പിന്നെ എന്തൊക്കെയാ മകള് വർത്താനം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ എന്തൊക്കെയാ പറയും പിന്നെ എന്താ പറയുന്നു 2 മാസം 2 മാസം ഇപ്പൊ നമ്മളെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇജ്ജ് എന്താ ടീച്ചറാ എരി ഉണ്ടെങ്കിൽ തിന്നണ്ട. അപ്പൊ നമ്മളെ കുക്കറി ഷോയിലേക്ക് എന്തൊക്കെയാണ് നമ്മളെ ചോറും കറികളൊക്കെ ഒന്ന് പറഞ്ഞാണി മാ. ഉണക്കച്ചോറ് ഉണക്കക്കറിയാ തക്കാളി കറി പയറുപ്പേരി കുക്കറി ഷോയിലേക്ക് റിജനെ സ്വാഗതം ചെയ്യുന്നു. തക്കാളി കറി ഉജ്ജ അരിഞ്ഞ രസം കൂടുമല്ലോ. ചോറ് മീൻ കറി. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ട ഫുഡായി പോയല്ലേ അല്ലേ നിനു? പിന്നെ ഞാനും നിനു ഇപ്പൊ അടി കഴിഞ്ഞിരിക്കണം. എന്തിനാണ് നമ്മൾ അടി ഉണ്ടാക്കിയത് അത് പറഞ്ഞാണ് ഇജ്ജ് പറഞ്ഞ ഞാൻ ഒന്നെങ്കിൽ ചാടിച്ചാൽ ഒന്നെങ്കിൽ ചോറും നാല അങ്ങനെ ടി വി കാണുള്ളൂ. ആ കാണുന്ന നേരം എപ്പോഴാണ് വരും ആർക്കും അവർക്ക് ടി വി കൊടുക്കുന്നു കാണി പിരാന്ത് കളിച്ചു. ഞാൻ ആകെ 2 നേരം ഒരു ഫുൾ ടൈം ടി വി വേണം. ഞാൻ ഫോൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇടയ്ക്ക് ടി വി ആകുമ്പോ എപ്പോഴാണ് ഞാൻ സിൽമാണേന്നു. അപ്പൊ പിന്നെ ആ പൗതി സിൽമെന്ന് അവിടെ നിർത്തി പോണം. എന്ത് ചടപ്പാണ്. അപ്പൊ ഇന്നിപ്പോ വീഡിയോ എടുക്കാൻ പോണ കാരണം എന്താ അറിയോ? നമ്മൾ ആദ്യം വീഡിയോ ഒക്കെ പോയി എടുത്തതാണ് ഓൾറെഡി. പിന്നെ നിയാദ് പൊട്ടൻ കാരണം അതിന്റെ സൗണ്ട് കയറിയിട്ടില്ല. വീഡിയോ ഉണ്ട് പക്ഷെ വീഡിയോ പറഞ്ഞ സൗണ്ട് ഇല്ല. നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റിക്കുന്ന പാർട്ടി ഒന്ന് നമ്മൾ പറയണേ അത് ഇവിടെ കൊടുന്നാണ്. ഇപ്പാക്ക് ടെൻഷൻ കയറിയോ തുണി കാണാത്തോണ്ട്? ഞാൻ അവിടെ ഒരു മിക്കവാറും ഒരു അടിക്കുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് അടിന്റെ ഒരു വ്ളോഗ് കാണാം. ഇമ്മ പിടിച്ച് പിന്നെ എന്റെ എന്തെങ്കിലും ചോദിച്ചാലും പിന്നെ അടിയൊക്കെ കഴിഞ്ഞ് അടിയൊന്നും ഉണ്ടാവില്ല. ചീത്ത അറിയും. പിന്നെ എന്തെങ്കിലും ഉമ്മാനോട് ചോദിച്ചാൽ ഒന്നും മിണ്ടൂല. ഉമ്മ മുണ്ടാതിരിക്കും. ഇപ്പൊക്കെ അങ്ങനെയൊന്നുമില്ല. ചീത്ത അറിയുമ്പോ ചീത്ത. പിന്നെ പാക്ക് സങ്കടിക്കാരം. ഇപ്പൊ പിന്നെ ഇങ്ങനെ എന്തൊക്കെയുണ്ടടി അപ്പൊ ഗൈസ് ഞങ്ങൾ ഒരു മെഗാ ഷോപ്പിംഗ് കഴിഞ്ഞാണ് ഇന്നലെ മിഞ്ഞാന്നല്ലേ. എന്താണ് അത് മോനാണ്. എത്രയാണ് ജി? അടുത്ത നടനാണ്. കുഞ്ഞാനുണ്ട്, ഇൻവെർട്ടർ, മാഷ്, കുമ്മറാജി കൊമ്പം. ഏതാ ലുക്ക്? 2 വാക്കാറാണേ. സുഖല്ലേ? എന്തായാലും സുഖല്ലേ? നിങ്ങൾ സുഖല്ലേ? അൽഹംദുലില്ലാ റാത്തല്ലേ? അപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇനി ബാക്കി പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എല്ലാവരും
എല്ലാവർക്കും ഈ ആംഗിളിൽ എല്ലാവർക്കും സീനുണ്ട്. എനിക്ക് മാത്രമല്ല പാവം ഞാൻ സൗണ്ട് ഉണ്ടാക്കാത്ത പേർക്ക് വീഡിയോയിൽ പൊളിച്ചിട്ടാണ് ഞാൻ സൗണ്ട് കുറച്ചിട്ടാക്കണേ. ഇതൊക്കെ രണ്ടാമത് എടുക്കുകയാണ് ഒരു പൊട്ടൻ കാരണം. ആ പൊട്ടൻ മൈക്കോൺ ആക്കിയിട്ടില്ല കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോൾ. ഈ പൊട്ടനാണ് അപ്പം മൈക്കോൺ ആക്കിയിട്ടില്ല. ഞങ്ങളിതൊക്കെ എടുത്ത് പോയതാണ്. ഈ പൊട്ടനാണ് പോകാൻ. അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സൗണ്ട് ഒന്നുമില്ല. ഓൻ പൊട്ടൻ കളിച്ചു പൊട്ടനാണ് ഓൻ. ഓ നടൻ നടൻ ഏതാ ബെൽറ്റ് കുലിങ്ങണില്ലേ? മെയിൻ നടൻ. ആ അവൻ പുതിയ നടനായി. അവനെ കൊടുന്നതിന് നമ്മൾ മുതലാക്കിക്കണം. നടനാക്കി അജെടുക്കാം നല്ല തന്നെ. ആ തല്ലാൻ വരുന്നവരെ തല്ലണം, കൊല്ലാൻ വരുന്നവരെ കൊല്ലണം. അതാണ് കൈകാര്യം ചെയ്യണം. ഇപ്പൊ എത്ര തോക്കുണ്ട്? ഇപ്പൊ എത്ര തോക്കുണ്ട്? ഒക്കെ അവിടെ 1-2 ഉണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള തോക്കുകളൊക്കെ ഉണ്ട്. ആര് വന്നാലും തീർക്കാല് സാധനം വഴുത്തിട്ട് ഒറ്റക്കാവുമ്പോ നമ്മക്കുള്ള പേടിക്ക് നമ്മളേക്കുള്ള സാധനങ്ങളാണ്. ആ സാധനങ്ങൾ കാണുന്ന പറഞ്ഞാൽ അത് ഒറിജിനൽ തോക്കായിട്ട് നമ്മളുണ്ട്. 2 ഉണ്ടല്ലേ? ആചാര്യത്ത് 2 തോക്കുണ്ട്. നിങ്ങൾ ഇനി കളിക്കാൻ നിൽക്കില്ലേ ആചാര്യത്തിട്ടോ? ആ ഞങ്ങൾക്ക് പേടിയാണ് ആചാര്യ. ആചാര്യത്ത് തോക്കുണ്ട്. നല്ല സ്വഭാവം, ബന്ധം. കാണുന്നോൽക്കാൻ മരണുള്ളൂ. ആചാര്യ ബന്ധപ്പെട്ടാൽ ആചാര സ്വഭാവം എന്താ മനസ്സിലാവുള്ളൂ. സ്നേഹിച്ചതാണ്, വെറുത്തതാണ്. അതാണല്ലേ? നിങ്ങളെ മോനായിട്ട് അഭിനയിക്കണല്ലേ? നല്ലൊരു കൊച്ചു മിടുക്കനാണ്. ആള് വിചാരിച്ച മാതിരിയല്ല. എല്ലാ 18 അടവും പമ്പരക്കുത്തും പഠിച്ചവനാണ്. അത് പഠിച്ച ബാപ്പാരാണ്. തിരിഞ്ഞിരിക്കും. ഇത് വിത്താരതാണ്. ഇഷ്ടമായി മാങ്ങണ്ട്. പക്ഷെ ഇതെങ്ങനെ ഇറക്കുന്നറിയാം. അതാവുമ്പോ നിങ്ങക്ക് ഒരു വീഡിയോ എടുക്കാം. ഞാൻ ഈ മാങ്ങ എങ്ങനെ ഇപ്പൊ ഇറക്കാന്ന് ആലോചിച്ചിരിക്കാണ് ഗൈസ്. ഇപ്പൊ ഗൈസ് നമ്മൾ ചാടിച്ചാൻ നിൽക്കണേ. ഇപ്പൊ ഗൈസ് എല്ലാരും ഉണ്ട്. എത്ര ചാടിച്ചു? നിങ്ങളൊരു വേമ്പരി. നിങ്ങളോ? നിങ്ങളെ പാർട്ടി ഏതാ? ലീഗല്ലേ? ആര് ജയിക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞേ? കുഞ്ഞോക്ക ഓക്കെ, ആര് ജയിക്കുക മലപ്പുറത്ത്? അത് പറയും. ആര് ജയിക്കുക പറയും. ഇൻവെർട്ടർ അറിയണേ ലീഗ് ജയിക്കുന്നേ. ഞാൻ പറഞ്ഞു BJP ജയിച്ചു. അപ്പൊ നിങ്ങള് LDF ആയിക്കാളെ. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കളിക്കാൻ പോയിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞു. ഒരു 5-5:30 വീട്ടിലെത്തിയിരുന്നു. ഞാൻ ഇപ്പോൾ കളിക്കാൻ പോയി വന്നു. ഒരു 7:00 വന്നു. ഇപ്പോൾ 9 മണിയായി. ഇപ്പോൾ ഇവിടെ നിനു ഓളെ സൈക്കിൾ റെഡിയാക്കണം. ഓളെ സൈക്കിൾ ഇതുവരെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ നിനുവിന് നാളെ സൈക്കിൾ പഠിപ്പിക്കുന്ന വ്ളോഗാണ് നമ്മൾ എടുക്കാൻ പോണത്. നാളെ ടുമാറോ ഇൻഷാ അല്ലാഹ്. പറഞ്ഞാൽ കാറ്റ് നമുക്ക് നോക്കാം. ആ വണ്ടി ആദ്യം പുറത്തേക്ക് ഇറക്കിക്കാം. ആദ്യം നമ്മൾ സൈക്കിളൊക്കെ ഉണ്ട്. സൈക്കിൾ ഇതുവരെ ഓട്ടാൻ പഠിച്ചില്ല. ഇതുവരെ ഇത് ഫ്രഷ് സൈക്കിളാണല്ലമ്മ. ഇതുവരെ എടുത്തിട്ടില്ല അല്ലേ? അമ്മ ഇവിടെ സൈക്കിൾ പഠിപ്പിക്കണല്ലോ നാളെ. ഇനിയിപ്പോ സ്കൂളൊന്നും ഇല്ല. ഓക്ക് സ്കൂട്ടി ഓട്ടാനൊക്കെ പഠിക്കണ്ടല്ലോ ഭാവിയിൽ. ആ മദ്രസിന്റെ വീഡിയോ ഞാൻ പോയി കണ്ടുക്കണു. ഓ എൻ്റെ കുട്ടി കാറ്റടിക്കണേ. പക്ഷെ ഈ സൈക്കിൾ ഞങ്ങൾ എടുത്ത് അധികം ഓട്ടിയിട്ടൊന്നും ഇല്ല. ഇത് ഫ്രഷ് ആണല്ലോ, പുതിയ മേടിച്ചിട്ട് പിന്നെ അധികം ഒന്നും ഓട്ടിയിട്ടില്ല അമ്മ. ഓ ഗൈസ്, ഇതാണ് എല്ലാ ഉമ്മമാരുടെ അവസ്ഥ. നമ്മളൊക്കെ തിന്ന് നീച്ചു പോയാല് കഴിഞ്ഞിട്ട് ഒരു മോരക്കാനും അല്ലേ? അങ്ങനെ പറയുമ്പോൾ സന്തോഷം.
അപ്പൊ ഗൈസ് നമുക്ക് ഇതിന് ബെല്ലൊക്കെ ഉണ്ട്. അപ്പൊ നീനു കാറ്റടിക്കാൻ ചെയ്യും. ഞാനൊക്കെ സൈക്കിൾ അടച്ചത് പറഞ്ഞാല് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടമ്മ? സൈക്കിൾ പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് നീതുമ്പോ സൈക്കിൾ അടച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ ചാണകി പോയി പോണേ. അപ്പൊ ഗൈസ് നിതുമോനൊക്കെ സൈക്കിൾ അടിച്ചാണ്ട് ചാണകുറ്റി പോയി ചാടിക്കണം. ഞങ്ങള് ചെറുപ്പത്തില് ഓൻ ചാണകുറ്റി പോയി ചാടി പഠിച്ചോന്റെ ഇരുത്തിരുന്നു. ഓന് സൈക്കിൾ ഓട്ടാൻ പഠിച്ചു. എന്നിട്ട് ഓന് സൈക്കിൾ ഓട്ടാൻ ഏകദേശം ഒക്കെ പഠിഞ്ഞു. പഠിഞ്ഞ ഇത് പോയി പിറ്റേ ദിവസമായിട്ട് ഓൻ സൈക്കിൾ എടുത്ത് ഒറ്റക്ക് ഇറങ്ങി. അത് എവിടെയൊന്നും ചാണകുയ്യേ? ആ ചെറുവാട്ടിലായി. എവിടെയൊന്നും ബാക്കിലോ? അവിടെ നല്ല. എന്നിട്ട് ആയിക്ക് പോയിട്ട് എന്റെ അമ്മ എത്ര പിയോ സോപ്പ് ആയിട്ട് അരച്ചിട്ട് എന്റെ മണം പോയിട്ടില്ലല്ലേ ചാണകുഞ്ചില്. ഗൈസ് അപ്പൊ ഞാനാണ് നീറ്റ്. ഞാൻ സൈക്കിൾ ഒന്നും കൊണ്ട് എനിക്ക് അത്ര പരിക്കൊന്നുമില്ല. ഞാൻ നല്ലത് പഠിച്ചിരുന്നില്ലേ സൈക്കിൾ. ബൈക്ക് അടിച്ചിട്ട് ഇതുവരെ കൊണ്ടില്ല ഞാൻ. ബൈക്കിന്റെ കാര്യം ഒന്നും പറയണ്ട. ബൈക്ക് സത്യം പറഞ്ഞ ബൈക്കില്ല. ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായം ഞാൻ പറയാം. പഠിച്ചാണെങ്കിൽ 18 വയസ്സ് പഠിച്ചാൽ മതി. ഇപ്പൊ തന്നെ പഠിച്ച് എന്തിന് പോലീസ് പിടിച്ച അതിനൊന്ന്, പിന്നെ ഇടിച്ചാല് ഇൻഷുറൻസ് ഇല്ല. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇത് ലൈസൻസ് എടുക്കണതിന് അന്ന് ഒരു 17 വയസ്സിലൊക്കെ പഠിച്ചാൽ മതി. ഞാനൊക്കെ എൻ്റെ 9ാം ക്ലാസ്സിന് പഠിച്ചു. 9ാം ക്ലാസ് 8ാം ക്ലാസ് പഠിച്ചില്ലേ. ഞാനൊക്കെ നേരത്തെ പഠിച്ചു. അതും ഇപ്പൊ ഒരു ഇപ്പം പഠിപ്പിച്ചില്ല. ഇപ്പൊ വണ്ടി തന്നെ എടുക്കാൻ അയച്ചില്ല. സ്വന്തം എടുത്ത് പഠിച്ചു, ആരെ സഹായം ഇല്ലാതെ. അല്ലേ നീനു? അതേമാതിരി നമ്മള് സ്വന്തം എടുക്കുക, ഓട്ടി പഠിക്കുക. ടയറൊക്കെ ഊരണോ? ഇത് ഓടല്ല കാറ്റ്. ഇത് കാറ്റ് കേറിയോ? ഇത് പറഞ്ഞോ? നിതുമാ വീഡിയോ എടുത്തരോ കഴിഞ്ഞിട്ട്? അപ്പൊ ഗൈസ് ഞാൻ ക്യാമറമാനെ മാറ്റിയിട്ട് തരാം. ഞാനൊരു ഷർട്ട് ഇടട്ടെ ആദ്യം. ക്യാമറമാനെ മാറ്റട്ടെ. എന്നിട്ട് ഇവിടെ സൈക്കിള് കാറ്റടിച്ച് റെഡിയാക്കുക. അപ്പോൾ പിന്നെ പഠിപ്പിക്കണ നാളെ ഇൻഷാല്ല ഒരു വ്ളോഗ് എടുക്കല്ലേ? അതെ നീയോ? നാളെ നീനെ സൈക്കിൾ പഠിപ്പിച്ച് പറഞ്ഞാൽ ഒരു വ്ളോഗ് എടുക്കല്ലേ? അപ്പോൾ ഗൈസ് മസ്റ്റ് ഒരു കാര്യം പറയാമല്ലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലമ്മ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരും മറക്കില്ല ഗൈസ്. എൻ്റെ ഇത്രയും എഫോർട്ട് ഇട്ട് കണ്ട് ഞാൻ വീഡിയോ എടുത്ത് തരുമ്പോൾ നിങ്ങളതൊന്നും ചെയ്തില്ല, ലൈക്ക് പോലും ചെയ്തില്ല പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും മോശമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ നിങ്ങളുടെ സൈക്കിളാണ് ഗൈസ്. ഇപ്പോൾ കാറ്റടിക്കണ കണ്ടാൽ ഒന്ന് മര്യാദ കൂടെ എത്തുമെന്നൊന്നും എടുക്കും. ഇരുന്ന് സുഖത്തിൽ ഞാൻ എന്നോട് ബുദ്ധി ആ സ്റ്റോർ റൂമിന്റെ വാതിലടച്ചോ? നമ്മള് കാറ്റടിക്കാറ് ഗൈസ്. കാറ്റടിച്ച് സാധനം കാണിച്ചടിക്ക. ഈ സാധനമൊക്കെ തിമ്മന്ന് ഊരിക്കാണ്ടാണ് കാറ്റടിക്കണേ. പോട്ടതിക്കാതെ ഇത് ഊരിയ പിന്നെ എങ്ങനെ കാറ്റ് കേറോടി? ആയി പൊളിഞ്ഞോടോ. ഇനി ഇടിക്ക, ഇതിങ്ങനെ ഇടിക്ക. ഇതിന് ഇടിക്ക ഇടിക്ക. കാക്കുണ്ടാവും. ഇത് ആദ്യം ഇതിമ്മ വെക്കണം. ഇത് വെച്ചതിന് ശേഷം നമുക്ക് കാറ്റടിക്കാൻ പോട്ടത്തിയ. അതൊക്കെ എന്തിനാ തിന്നാനറിയാലോ. അച്ചാറ് മാങ്ങ തടിയുടെ തിന്ന് 2 മാസം കൂട്ടല്ലേ ഇരുന്ന് തിന്നല്ലേ. ഇതന്നെ കാണുന്നില്ല കേട്ടോ, സൈക്കിളാണ് കാണുന്നത്. കൊറച്ച് വിട്ട് നിക്കണ്ടേ? OnePlus ആക്കണോ? ഓ ചോറും സാധനങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പളാ അമ്മ ചോറുന്നാണേ. 9:30.
നമ്മളെ സൈക്കിളിന് ചെറിയ പ്രശ്നമുണ്ട്. കാൽ ട്യൂബ് മാറ്റണം. ഒന്ന് ഫസ്റ്റ് നമ്മൾ ഈ കാൽ ട്യൂബ് ഒഴിവാക്കണം. എന്റെ സൈക്കിൾ വേണം. ഞാൻ ഈ പ്രായത്തിലൊക്കെ പഠിച്ചിരുന്നു സൈക്കിൾ. അപ്പൊ ഗൈസ് ഞാൻ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗായിട്ട് വരാം ഇൻഷാ അല്ലാ. സൈക്കിൾ പഠിപ്പിക്കണതായിട്ടും ഈ വാൾ ട്യൂബ് ഒന്ന് മാറ്റണം. നാളെ അത് പോയി മേടിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ വരാം. എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതെങ്ങനെയും അപ്പോൾ നാളെ ഇൻഷാ അല്ലാ നാളെ മറ്റന്നാളെ നിങ്ങളുടെ സൈക്കിൾ പഠിപ്പിക്കുന്ന ഒരു വ്ളോഗായിട്ട് ഞാൻ വരും, പ്രോമിസ്. പിന്നെ ഇത് കുറച്ച് പണിയുണ്ട്. പിന്നെ ആദ്യം ഇങ്ങനത്തെ ഇതൊക്കെ ഒന്ന് ടൈറ്റ് ആക്കണം. കുറേ പണിയുണ്ട്. ഇൻഷാ അല്ലാ അതെ ഇതിനെക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് ബൈ ബൈ ഗൈസ് ബൈ ബൈ.